നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. വെനിസ്വേലയ്ക്ക് പിന്നാലെ കൊളംബിയയെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി US പ്രസിഡന്റ് ട്രംപ്. അമേരിക്കയിലേക്ക് കൊക്കൈൻ അയക്കുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം. മെക്സിക്കോയ്ക്കെതിരെയും ട്രംപ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ക്യൂബ സ്വയം തകരുമെന്നും ട്രംപ് പറഞ്ഞു. ബംഗ്ലാദേശിൽ ഹിന്ദു വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ അറസ്റ്റിലായി. ദമുദ്യാർ സൊഹാഗ് ഖാൻ, റബി മോല്യ, പലാഷ് സർദാർ എന്നിവരെയാണ് പിടികൂടിയത്. ഗോഗൻ ചന്ദ്രദാസിനെയാണ് മതഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. ഈ മാസം 27-ന് രാജ്യമാകെ ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങൾ എന്ന തീരുമാനം നടപ്പാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഇതോടെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ കൂടിയാകുമ്പോൾ 4 ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ED തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകൾ ED സൂക്ഷ്മമായി പരിശോധിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുരുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. തെളിവില്ലെന്ന് 3 മാസം മുൻപ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയ കേസാണ് പൊടി തട്ടിയെടുത്തിരിക്കുന്നതെന്നും താൻ ഇത് കണ്ട് പേടിച്ചു പോയെന്ന് MV ഗോവിന്ദനോടും പിണറായി വിജയനോടും പറഞ്ഞേക്കണമെന്നും പത്രക്കാരോട് VD സതീശൻ ആക്ഷേപരൂപേണ ആവശ്യപ്പെട്ടു. VD സതീശനെതിരെയുള്ള നിലവാരമില്ലാത്ത നീക്കം രാഷ്ട്രീയ പകപോക്കലാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ഈ നീക്കം VD സതീശന്റെ തിളക്കം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 81-2251-6829. മറ്റൊരു നമ്പർ 9074746363. കോൺഗ്രസിന്റെ ലക്ഷ്യ സമ്മിറ്റ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ തുടരുന്നു. 100 സീറ്റാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമെന്ന് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് KC വേണുഗോപാൽ പറഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, VD സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ MP, K മുരളീധരൻ തുടങ്ങി മുൻനിര നേതാക്കൾ എല്ലാം പങ്കെടുക്കുന്നു. CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 16, 17, 18 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാവും മുഖ്യ ചർച്ച. MA ബേബി കേന്ദ്ര സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. SIR മറികടക്കാൻ കോൺഗ്രസ് പരമാവധി വോട്ട് ചേർക്കാനുള്ള സജീവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജില്ലാ തലത്തിൽ മുതിർന്ന നേതാക്കൾക്ക് തന്നെ ചുമതല നൽകി. കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഡോക്ടർ സരിനെ പാലക്കാട് പരിഗണിക്കില്ലെന്ന് സൂചന. ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാനാണ് CPM സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. മന്നം സമാധി സുകുമാരൻ നായരുടെ കുത്തകയല്ലെന്നും നായന്മാർക്ക് ആകെ അവകാശപ്പെട്ടതാണെന്നും ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പറഞ്ഞു. പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാത്തതിനുള്ള മറുപടിയായിട്ടാണ് ആനന്ദബോസ് ഇങ്ങനെ ഡൽഹിയിൽ പറഞ്ഞത്. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മരണം. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ സുധാകരനാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം 4-ാം തീയതി മുതൽ എലിപ്പനി ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ സ്റ്റേഷൻ യാർഡിൽ ട്രാക്കിൽ നിർത്തിയിട്ട എൻജിൻ ഉൾപ്പെടെ തീ കത്തിയെന്നും 300 ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചുവെന്നും സ്ഥിരീകരിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാനില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. പാലക്കാട് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. SC വിഭാഗത്തിൽപ്പെട്ട 12 വയസ്സുള്ള കുട്ടിയെയാണ് ഇയാൾ ഉപദ്രവിച്ചത്. ഒറ്റപ്പാലം വാരോട് വീട്ടാമ്പാറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 11-കാരൻ ശ്രീഹർഷൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. പന്തുപോലെ തോന്നിച്ച വസ്തുവിനെ കാലുകൊണ്ട് തട്ടിയപ്പോഴാണ് അത് പൊട്ടിത്തെറിച്ച് ശ്രീഹർഷന് പരിക്കേറ്റത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഇന്ന് പകൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.